ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്ന 17-ാം അധ്യായം, അതിൻ്റെ ഉപസംഹാര ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഭഗവാൻ തൊട്ടു മുമ്പ് പറഞ്ഞു, സത്വ രജ തമോ ഗുണങ്ങൾക്കനുസൃതമായിട്ടുള്ള യജ്ഞവും ദാനവും യാഗവും എല്ലാം തന്നെ, തപസ്സും ഇത്യാദികളൊക്കെ പറഞ്ഞു. കൊടുക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ധർമ്മശാസ്ത്രം നമ്മളോട് പല വിധത്തിൽ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഉടമസ്ഥതയെ കൈയൊഴിഞ്ഞ് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യാഗങ്ങളിലെ ഏറ്റവും വലിയ യാഗമായിട്ട് വിശ്വജിത് യാഗം മാറുന്നത്. ആ വിശ്വജിത് യാഗത്തിൻ്റെ താത്പര്യം തന്നെ ഇത് എൻ്റേതല്ല, ഈ വിശ്വത്തിലൊന്നും തന്നെ എൻ്റേതല്ല എന്ന് പറയുക എന്നുള്ളതാണ്. ഇതം ന മമ, എൻ്റേതല്ല എന്നുള്ളത്. ഇനി ഈ അധ്യായം ഇത് അവസാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്തിലും മഹാവാക്യങ്ങളെയെല്ലാം കൂടെ സംഗ്രഹിച്ച്, നമ്മൾ ഭഗവത്ഗീതയെ കണ്ടത് തത്വമസി മഹാവാക്യത്തിലെ അത് നീയാകുന്നു എന്ന് പറയുന്ന തത് ത്വം അസി, ഇങ്ങനെയാണ് കണ്ടത്. ആദ്യത്തെ 6 അധ്യായങ്ങൾ ഇങ്ങനെ 3 ഭാഗങ്ങളായി തിരിച്ച് തത്പദത്തെയും ത്വംപദത്തെയും അസി എന്നതെയും നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് ഓരോരോ അധ്യായത്തിൻ്റെ ഭാഗങ്ങൾ കഴിയുമ്പോൾ. ഭഗവാൻ ഉപദേശം തുടങ്ങുന്ന 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തിൽ ത്വംപദ നിരൂപണം തുടങ്ങുകയാണ്. ആദ്യം തന്നെ തുടങ്ങുന്നത് അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാഞ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻശ്ച നാനുശോചന്തി പണ്ഡിതാഹ. ത്വം, നീ ദുഃഖിക്കാൻ അവകാശമില്ലാത്തതിൽ ദുഃഖിക്കുന്നു, പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു. പണ്ഡിതർ ഇപ്പോൾ ഉള്ളവരെക്കുറിച്ചോ പോയിട്ടുള്ളവരെക്കുറിച്ചോ ദുഃഖിക്കുന്നതല്ല. അപ്പോൾ അറിവും ദുഃഖവും ഒരുമിച്ചിരിക്കില്ല എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ ഭഗവാൻ പറഞ്ഞത്. ദുഃഖമുണ്ടോ, അറിവില്ലായ്മയുണ്ട്. അപ്പം അതുകൊണ്ട് അർജുന, നീ അജ്ഞാനത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. അതിനോടാണ് യുദ്ധം, ആ അജ്ഞാനത്തോട്. അതാണ് തുടർന്ന് വന്ന 6 അധ്യായങ്ങളിൽ ത്വംപദമായിരുന്നു. പിന്നീട് വന്നത് തത്പദത്തെയുള്ള നിരൂപണമായിരുന്നു. പിന്നീട് അസിയുടെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ 23-ാമത്തെ 22 ശ്ലോകങ്ങൾ വരെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു വെച്ചു. 23-ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ഭഗവാൻ ഇത് അവിടെ പറയുന്നു. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണ സ്ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. ഓം തത് സത് ഇതി നിർദ്ദേശഃ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത ബ്രാഹ്മണാഃ തേന വേദാഃ ച യജ്ഞാഃ ച വിഹിതാ പുരാ. എന്താ പറയണത്? ഓം തത് സത് ഇതി. ഓമിനെ കുറിച്ച്, ഓം എന്ന് പറഞ്ഞാൽ പ്രണവം, താരകം. ഇങ്ങനെ പ്രണവത്തെക്കുറിച്ച് നമ്മളൊരു ഉപനിഷത്ത് തന്നെ ഈ ഗീതാജ്ഞാന യജ്ഞത്തിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യുകയുണ്ടായിട്ടുണ്ട്. മാണ്ഡൂക്യം.
അപ്പം അതിൽ ഓം ഇതി ബ്രഹ്മ, ഓം എന്നത് അക്ഷരബ്രഹ്മം എന്ന് പറയും. ഇതിലും നമ്മൾ കണ്ടതാണ് 9-ാം അധ്യായത്തിൽ. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ. കഠോപനിഷത്തിലും ഭഗവത്ഗീതയിലും ഒരുപോലെ വരുന്ന എല്ലാ ധർമ്മശാസ്ത്രങ്ങളിലും ഓംകാരത്തെ, പ്രണവത്തെ, താരകം, പ്രണവം, ഓംകാരം ഇങ്ങനെയുള്ള നാമങ്ങളെ കൊണ്ടൊക്കെ അറിയപ്പെടുന്നു. അതെന്താണ്? ഓം ഇതി ബ്രഹ്മ, ഓം തന്നെയാണ് ബ്രഹ്മം. ശബ്ദബ്രഹ്മം എന്ന് പറയും. ശബ്ദത്തിലൂടെ അതിനെ അവതരിപ്പിച്ചിട്ടുള്ള ബ്രഹ്മം. എല്ലാ മന്ത്രങ്ങൾക്കും പ്രാണനേകുന്നത് പ്രണവമാണ്. അതാണ് മന്ത്രങ്ങളുടെ കൂടെ പ്രണവമുള്ളത്. ഇതുമായിട്ട് അനുബന്ധമായ കുറേ സംശയങ്ങളുണ്ട്. സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ. സ്ത്രീകൾ ഓം ജപിക്കാമോ തുടങ്ങിയിട്ടുള്ള. കാരണം ഈ കുറേ അജ്ഞാനികൾ അത്തരത്തിലുള്ള സംശയങ്ങളെ നാട്ടിൽ പടച്ചു വിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ചിലരൊന്നും ഈ ഓം എന്നുള്ളത് സ്ത്രീകളൊന്നും ജപിക്കാറില്ല, അവർക്കങ്ങനെ തോന്നുന്നു ജപിക്കാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെ തോന്നുന്ന അത് അവരുടെ പ്രാരബ്ധം, നിങ്ങളതിൽ അധികം ഇടപെടണ്ട. ജപിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപിക്കാൻ പാടില്ല എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പറയുന്നുള്ളത് അജ്ഞാനികളാണ്. ഓ തൈത്തരീയത്തിലുണ്ട് ഓമിതി ബ്രഹ്മ. ഉപനിഷത്തുകൾ, വേദം ഓമിതി ബ്രഹ്മ എന്നുള്ളത് പലയിടത്തും സൂചകമായിട്ട് വരുന്നുള്ളതാണ് ഓം. പിന്നെ തതാണ് സാമവേദാന്തർഗതമായിട്ടുള്ള ചാന്തോക്യത്തിൽ 9 പ്രാവശ്യം തത്വമസി പറയുന്നത്. തത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ബ്രഹ്മസൂചകമായ ശബ്ദമാണ്. ഓമും ബ്രഹ്മസൂചകമാണ്, തതും ബ്രഹ്മസൂചകമാണ്, സതും ബ്രഹ്മസൂചകമാണ്. അപ്പം തത്വമസി, അത് നീയാകുന്നു. ഐതദാത്മ്യമിദം സർവം തത് സത്യം സ ആത്മാ തത്വമസി. അപ്പോൾ അത് എന്താണ്? അതും ബ്രഹ്മസൂചകമായിട്ടുള്ള ശബ്ദമാണ് തത് എന്ന് പറയുന്നത്. അപ്പോൾ ഓം തത് സത് എന്നതോ അതും അതെ. സത് എന്നുള്ളതും നമുക്ക് കാണാം. ഈ എന്താണ് ചാന്തോക്യം, നമ്മൾ എന്തായാലും ചാന്തോക്യോപനിഷത്ത് ഇത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചാന്തോക്യോപനിഷത്തിൽ ഉദ്ദാലകൻ ശ്വേതകേതുവിന് ഉപദേശം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. സദൈവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞുകൊണ്ടാണ്. സത് ഏവ, അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏകം ഏവ അദ്വിതീയം എന്ന്. അപ്പോൾ ഓം എന്ന ശബ്ദത്തോടും തത് എന്ന ശബ്ദത്തോടും സത് എന്ന ശബ്ദത്തോടും കൂടിയിട്ട് ഈ സത്യത്തെ, ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. അപ്പം ഓം തത്സദിതി, അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ അധ്യായവും അവസാനിക്കുമ്പോൾ പറയുന്നത്. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ. അങ്ങനെ പിന്നെ അധ്യായത്തിൻ്റെ പേര് പറഞ്ഞ അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ ഓം തത്സദിതി എന്നുള്ളത് അത് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇവിടെ പറയാൻ പോകുന്നത് അതാണ്. അതായത് ഒരു പരമമായ സത്യത്തിലേക്കുള്ള സമർപ്പണാത്മകമായിട്ടുള്ള പ്രതീകമായിട്ട് ഓം തത് സത് എന്നുള്ളതിനെ സ്വീകരിക്കുന്നു. ആ പരമമായ സത്യത്തെ കുറിക്കുന്നതാണ്. ആ പരമസത്യത്തിലേക്കുള്ള സമർപ്പണാത്മകമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇത് ഓം തത് സദിതി. അപ്പം നമുക്ക് എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നതിനും അത് തുടങ്ങുന്നതിനും ഒടുക്കത്തിലും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു സൂചകമാണിത് ഓം തത്സദിതി. പണ്ടുള്ള ആളുകളൊക്കെ എഴുത്തുമ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്, ഓം തത്സത്. അല്ലെങ്കിൽ ചിലർ ഓം ശ്രീ എന്ന് എഴുതും.
ഏറ്റവും മുകളിൽ, ഏറ്റവും അവസാനം തത്സത്, ഓം തത്സത്. ഓം തത്സത് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിടും ചിലർ. ഈ തത്സത് എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ നമ്പൂതിരി സമ്പ്രദായത്തിൽ നിങ്ങൾ കേൾക്കുക തൽസൽ എന്നാണ്. അവരങ്ങനെയാണ് തകാരത്തിന് ഇൽ എന്ന് ഉച്ചരിക്കും. അപ്പോൾ ഈ ശ്ലോകങ്ങളൊക്കെ പാരായണം ചൊല്ലുമ്പോൾ ഞങ്ങൾ ഇന്ന ആളുകളാണെന്ന് തിരിച്ചറിയും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ ബ്രാഹ്മണ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഒരു സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ നമ്മളോട് ചോദിച്ചിരുന്നു, സ്വാമിക്ക് അങ്ങനെ ഈ ബ്രാഹ്മണന്മാരോടൊക്കെ ദേഷ്യമുണ്ടോ? നമുക്ക് നോക്കൂ, അങ്ങനെ ആരോടും നമുക്ക് ദേഷ്യമൊന്നുമില്ല. അല്ലെങ്കിലും കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്, അത് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. കേരളം നമുക്കിതൊന്നും കാണാൻ സാധിക്കില്ല, അത്ര കാണാൻ സാധിക്കില്ല. അവിടെയൊക്കെ ഒറ്റപ്പെട്ടതൊക്കെ ഇപ്പം ചിലർ വേണ്ടാധീനങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതും ഈ പറയുന്ന ബ്രാഹ്മണരൊന്നുമല്ല ഈ പറയുന്നത്, ചില വിവരദോഷികൾ പറയുന്നതാണ്. നമുക്ക് ആരോടും അങ്ങനെ നിങ്ങളെ അറിവിലേക്ക് പറയട്ടെ, നമുക്ക് അങ്ങനത്തെ അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാലത്ത് ഇവിടെ അതൊക്കെ ശക്തമായി നിലനിന്നിരുന്നു. പക്ഷേ ഇന്നും നോർത്തിൽ അതൊക്കെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് സന്ദർഭവശാൽ പറഞ്ഞതാ. തൽസൽ ശ്രീമൽ ഭഗവത്ഗീത എന്നാണ് പറയുക അവർ. ഈ ഭാഗവതം വായിക്കുമ്പോഴൊക്കെ തകാരം വരുന്നിടത്തൊക്കെ എന്ന് കേൾക്കാം. അതുപോലെ ചില മന്ത്രങ്ങളിൽ ഹും ഫട്ട് എന്നൊക്കെ ഉള്ളത് ട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ, അതായത് ഇപ്പോൾ ഈ ശബ്ദത്തിൻ്റെ, നമ്മൾ ഈ ഭാഷാശാസ്ത്രം ശബ്ദശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അതിൽ അങ്ങനെ ബലം പിടിക്കേണ്ടതില്ല, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ നമുക്ക് തന്നെ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കൺഫ്യൂഷനാണ്. അതായത് രവീന്ദ്രനാഥ ടാഗോർ എന്ന് നമ്മൾ പറയും, മലയാളികൾ നമ്മൾ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയും. എന്നാൽ ചിലർ വളരെ സ്ട്രിക്റ്റായിട്ട് രവീന്ദ്ര എന്ന് പറയും. ബകാരത്തിന് ബകാരം തന്നെ ഉച്ചരിക്കും. ഒരു കൺഫ്യൂഷനാണ് ഇതിലേതാണ് ശരി എന്നത്. അതൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇപ്പോഴും അതിൽ കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്. ആ കൺഫ്യൂഷൻ മാറണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഷാശാസ്ത്രത്തിൻ്റെ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇപ്പോൾ നമ്മുടെ അബനീന്ദ്രനാഥ ടാഗോർ, ആരാ അബനീന്ദ്രനാഥ ടാഗോർ? മൂപ്പരാണ് 1800-കളിൽ ഈ ഒരു 4 കൈകളോട് കൂടിയിട്ടുള്ള ഭാരതാംബയെ ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ വരച്ചിട്ടുള്ളത്. ആ 4 കൈകളിൽ ഒരു കൈയിൽ പുസ്തകമാണ്, അത് നമ്മുടെ അറിവിനെ പ്രതിനിധാനം ചെയ്യുന്ന. ഒരു കൈയിൽ മുകളിലെ 2 ഇടത് കൈയിൽ, വലത് കൈയിൽ ഖാദി, ഇടത് കൈയിൽ പുസ്തകം. അങ്ങനെയാണ് മുകളിലെ ഓർമ്മ ശരിയാണെങ്കിൽ അതങ്ങനെ തന്നെയാണ്. വെള്ള വസ്ത്രം കാണാം, അത് ഖാദിയാണ്. ഖാദി വ്യവസായത്തെയും അത്തരം കാര്യങ്ങളെയൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഖാദി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പുസ്തകവും വിദ്യാഭ്യാസത്തെ, നമ്മുടെ അറിവിന്. പിന്നെ താഴെ 2 കൈകളാണ്. ഒരു കൈകളിൽ നെൽക്കതിരുണ്ട്, അത് നമ്മുടെ കാർഷിക വ്യവസായത്തെ, കാർഷിക അഭിവൃദ്ധിയെ പ്രതിദാനം ചെയ്യുന്നതാണ്. പിന്നെ വലത് കൈയിൽ ഒരു ജപമാലയുണ്ട്, നമ്മുടെ ആധ്യാത്മികത. ഇങ്ങനെ ആധ്യാത്മികതയും വ്യാവസായികതയും ജ്ഞാനവും കാർഷികവും ഒക്കെ ആയിട്ടുള്ള, അങ്ങനെ അത് സമന്വയിപ്പിച്ചിരിക്കുന്ന, ഇതൊക്കെ 4 കൈകളിൽ ഏന്തിയിട്ടുള്ള ഒരു സ്ത്രീ രൂപം. അതിന് ടാഗോർ പിന്നീട് ഒരു ദേവി രൂപമായിട്ടൊക്കെ പറയുന്നത്.
അത് വരച്ചിട്ടുള്ള ആളുടെ പേര് അബനീന്ദ്രനാഥ ടാഗോർ എന്നാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതിനെക്കുറിച്ചുള്ള ആ ചിത്രത്തെക്കുറിച്ചല്ല, അതിനെ വക്രീകരിച്ച വേറൊരു ചിത്രത്തെക്കുറിച്ചാണ്. അത് ഈ 4 ചിത്രങ്ങളോ ഈ 4 കൈകളൊന്നുമുള്ള ഇതല്ല ഇപ്പോഴത്തെ ചിലർ പറയുന്ന ഭാരതാംബ എന്ന് പറയുന്നത്. അത് വേറൊരു വിഷയം ഇരിക്കട്ടെ. പറഞ്ഞു വന്നത്, ഈ അബനീന്ദ്രനാഥ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് ഇവർ. ടാഗോർ ഫാമിലിയാണ്. അദ്ദേഹം ഒരു കവിയൊക്കെയാണ്, അത്ര അറിയപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ, ചിത്രകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായ പേരെന്താ? അബനീന്ദ്ര എന്നാണോ? അല്ല, അവനീന്ദ്ര എന്നാണ്. അവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ്. അപ്പോൾ ശുദ്ധമായ സാൻസ്ക്രിറ്റിൽ വരുമ്പം അവനി എന്നും രവീന്ദ്ര എന്നുമാണ്. അപ്പോൾ ഇത് ബംഗാളിയാണോ എന്ന് ചോദിച്ചാൽ ബംഗാളിയുമല്ല. ശരിക്ക് അവധി എന്ന് പറയുന്ന ഭാഷ, ഔദെന്നും പറയുന്നു. അത് അയോധ്യയിൽ പണ്ട് നിലനിന്നിരുന്നൊരു ഭാഷയാണത്. അതിലാണ് ഗോസ്വാമി തുളസീദാസ് രാമായണം രചിച്ചിട്ടുള്ളത്, തുളസി രാമായണം. അപ്പോൾ അതിലാണ് നമുക്കിതെല്ലാം കാണുക. ഇതിൻ്റെ ഈ ബംഗാളിക്ക് മുമ്പുള്ളതാണത്. ബംഗാളി അതിലേക്ക് കുറേ കടം കൊണ്ടിട്ടുണ്ട്, അവധിയിൽ നിന്ന്, അവധി ഭാഷയിൽ നിന്ന്. അപ്പോൾ അതിലാണ് ഈ എന്താ പറയുക, വിഭീഷണ ഗീത വരുമ്പോൾ വിഭീഷണൻ എന്നല്ല പറയുക, വിഭീഷണ എന്നാണ് പറയുക. രാവണനല്ല, രാവണനാണ്. അതിൽ അതിമനോഹരമായി ഭഗവത്ഗീത പോലത്തെ ഒന്നാണ് വിഭീഷണ ഗീത. വിഭീഷണൻ ശ്രീരാമനോട് പറയുന്നുണ്ട്. വളരെ നല്ല എന്താണ് സംഗീതാത്മകമായിട്ടുള്ള ഒരു കൃതിയാണത്. അതും നമ്മൾ പഠിക്കേണ്ടതാണ്. വളരെ മനോഹരമാണത്. രാഭനുരധി ബിരദഗൃകുബീര ദേക്കി വിഭീഷണ ഭയ ഉഅധീര അധിക പ്രീതി മന ഭാസന്തേഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രസമാണ്. രാവണൻ എന്ന് പറയുന്നതാ രതി, ബിരദരഘുബീര, വിരത എന്നുള്ളത് രഥമില്ലാത്ത, രഘുബീര, വീര എന്നുള്ളത് ബീര എന്നാണ് പറയുന്നത്. ഇതേക്ക് വിഭീഷണന് വിഭീഷണ. അപ്പോൾ നമുക്കത് ചിലപ്പോൾ ഇതിൻ്റെ ഗുട്ടൻസ് അറിയാത്തവർ ഇത് കേൾക്കുന്ന സമയത്ത് ഇത് എന്താ ഇങ്ങോട്ട് വെച്ച് വീക്കുന്നത്, ഒരു അക്ഷരശുദ്ധി ഇല്ലാതെ. രാഭനു രതി ഭീരത് രഘുബീര, അതാണ് അവധിയിൽ അങ്ങനെയാണ്. അപ്പോൾ ഓരോന്നിൽ ഇതിന് ലോപിച്ച് ശബ്ദം ഓരോ രൂപത്തിലേക്ക് മാറുന്നതിൻ്റെ ഒരു ഘടനയൊക്കെ ഉണ്ടല്ലോ. എല്ലാ ഭാഷയ്ക്കും ഉണ്ടത്, എല്ലാ ഭാഷയിലും ഉണ്ട്. ഇംഗ്ലീഷിലുണ്ട്. ഐ വിൽ എന്ന് പൂർണ്ണമായി നമ്മൾ പറയുന്നതിന് പകരമാണ് അയൽ എന്ന് പറയുന്നത്. അപ്പോൾ എഴുതുമ്പോഴും അതിന് അപ്പോസ്ട്രോഫിയൊക്കെ ഇട്ട് 2 എല്ലൊക്കെ ഇട്ട് നമ്മൾ ചുരുക്കും പറയുമ്പോൾ. എല്ലാ ഭാഷയിലും ഉണ്ട് ഇങ്ങനത്തെ എന്താ പറയുക, സംഗ്രഹിക്കുന്നതും അത് വിപുലമായതിനെ ചെറുതാക്കുന്നതും ഒക്കെ. എന്തിനാ എത്രയും പറഞ്ഞത്? ഓം തത് സത്. ഇങ്ങനെ തത്പദത്തെയും സത് എന്നതും തത് എന്നതും ഓം എന്നതും ബ്രഹ്മവാചിയായിട്ടുള്ളതാണ്, ബ്രഹ്മ സൂചകമായിട്ടുള്ളതാണ്. ഓം തത് സത്. ബ്രഹ്മണഃ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മത്തിന് ത്രിവിധഃ നിർദ്ദേശം സ്മൃതഃ, ഇങ്ങനെ 3 നിർദ്ദേശങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു, സ്മരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മസ്മരണയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എങ്കിൽ, അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുക, മേടിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓം തത് സത്, അത്രയും മതി.
അപ്പം എന്തായി? അത് ബ്രഹ്മപൂരകമായി. അപ്പം അത് പരമസത്യത്തിലേക്കുള്ള സമർപ്പണാത്മകമായ ഒരു പ്രാർത്ഥനയായി മാറുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ബ്രഹ്മണ ത്രിവിധ നിർദ്ദേശ സ്മൃത, അങ്ങനെ ബ്രഹ്മത്തിന് 3 വിധത്തിലുള്ള നിർദ്ദേശമായി പറയപ്പെട്ടിരിക്കുന്നു, സ്മരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തേന ബ്രാഹ്മണാഹ, ആ നിർദ്ദേശത്താൽ ബ്രാഹ്മണർ, ഇവിടെ പറയുന്ന ബ്രാഹ്മണർക്ക് ജാതി ബ്രാഹ്മണരുമായിട്ട് ഒരു ബന്ധവുമില്ല, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകൾ, അത്രയേ ഉള്ളൂ. വേദാഹ, വേദങ്ങൾ, യജ്ഞാഹ, യജ്ഞങ്ങൾ, പുരാവിഹിതാഹ, പണ്ട് കാലത്ത് തന്നെ അത് വിഹിതങ്ങളായിട്ടുള്ള, നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്, പറയപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയും. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ഒരു സങ്കല്പത്തോടു കൂടിയിട്ട് യാഗങ്ങളും യജ്ഞങ്ങളും നമ്മുടെ കർമ്മങ്ങൾ, ഇന്നത്തെ കർമ്മങ്ങൾ എന്തൊക്കെയാണോ എടുക്കുക, കൊടുക്കുക, എല്ലാ കർമ്മങ്ങളെയും നമ്മൾ ഈ മന്ത്രപൂരിതമാക്കുക. അപ്പോൾ ഈ സ്മരണ നമുക്കുണ്ടാവും. അപ്പോൾ ആ കർമ്മത്തിന് കുറച്ചുകൂടെ ശുദ്ധി ഉണ്ടാവും. അങ്ങനെ കർമ്മങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ പറയാം. അതുകൊണ്ട് പറയണു ഭഗവാൻ തുടർന്ന് പറയാം, തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാന തപക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താഃ സതതം ബ്രഹ്മവാദിനം. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. തസ്മാത്, അതുകൊണ്ട്, ഏതുകൊണ്ട്? ഈ 3 പദങ്ങളും ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന സൂചകങ്ങളായി വേദങ്ങളിലും ജ്ഞാനികളിലും ഒക്കെ ഇങ്ങനെ പണ്ടേ തന്നെ പറയപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ബ്രഹ്മവാദികളുടെ, ജ്ഞാനികളുടെ, വിധാനോക്താഹ, ശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണോ പറയപ്പെട്ടിട്ടുള്ളത് അതിനനുസൃതമായിട്ടുള്ള എന്താണ്? യജ്ഞദാന തപക്രിയാഹ, യജ്ഞം, ദാനം, തപസ് ഇത്യാദി ക്രിയകളെല്ലാം തന്നെ ഓം ഇതി ഉദാഹൃത്യ, ഓം എന്നുച്ചരിച്ചിട്ട് സതതം പ്രവർത്തന്തെ, അവർ എപ്പോഴും അത് ചെയ്യും. ഇങ്ങനെ നമ്മുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉദാത്തമായ ഇത്തരം സിമ്പലുകളെയൊക്കെ ഏറ്റവും എന്താ പറയുക, അസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ചില ആ അധികാര കേന്ദ്രങ്ങളൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി ഇവരിതെടുത്ത് ദുരുപയോഗം ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് ചിലർ അകന്നു പോകും. വാസ്തവത്തിൽ ഈ ആളുകളുടെ ഉദ്ദേശം എല്ലാവരെയും ഈ സത്യത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക, എല്ലാവർക്കും ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈ ഭൂമുഖത്ത് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇത് ഞങ്ങളാണ് എന്നുള്ള മട്ടിൽ ചില വിദ്വാന്മാർ ഇതൊക്കെ എടുത്തിങ്ങനെ നടക്കുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു അപകടം പിടിച്ചത്. ഇന്ന് ഈ ചിഹ്നങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ്. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ നടുവിലും അവിടെ ഇവിടെയും റോട്ടിലും അന്യൻ്റെ ചുമരിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുക ഓമൻ. ഇതെവിടെ ഇരിക്കേണ്ടതാ? അവിടെ അതില്ല എന്ന് പറയാം, ഹൃദയത്തിൽ അതില്ല. ഓം ഇതി ഉദാഹൃത്യ സതതം പ്രവർത്തന്തെ, ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് അതെല്ലാം തന്നെ അവരതിനെന്താക്കുന്നു? വിശുദ്ധിയുടെ ആ പരമമായ സത്യത്തിലേക്കുള്ള വഴിയിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അതിനെ മന്ത്രപൂരിതമാക്കുന്നു, അതിനൊരു പൂർണ്ണതയുണ്ടാക്കുന്നു. തുടർന്ന് പറയാം, തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാഃ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ. മോക്ഷകാംക്ഷിഭിഃ വിവിധാഃ, മോക്ഷേച്ഛുക്കളാൽ, മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ആരാണോ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത് അവരാൽ
വിവിധാഹ യജ്ഞ തപക്രിയാഹ ദാനക്രിയാഹ ച. വിവിധങ്ങളായിട്ടുള്ള യജ്ഞങ്ങൾ, ദാനങ്ങൾ, തപസ് തുടങ്ങിയിട്ടുള്ള ക്രിയകൾ, ദാനധർമാദികളൊക്കെ തന്നെ ഫലം അനഭിസന്ധായ, എന്നാൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഫലത്തെ, ഫലകാംക്ഷ കൂടാതെ അവർ ചെയ്യുന്നു. അതിനെന്ത് വേണം? തത് ഇതി ഉദാഹൃത്യ ക്രിയന്തേ. തത്, ഇതിൽ ഓം എന്നും ആവാം, തത് എന്ന ശബ്ദം മാത്രം ഉച്ചരിച്ചുകൊണ്ടും അത് ചെയ്യുന്നു. ഓം തത്സദിതി എന്നുള്ളത് പൂർണ്ണമായി, പക്ഷേ ഇതിനെ വിഭജിച്ചുകൊണ്ട് പറയാം. തത്, തത് ശബ്ദം മാത്രം പറഞ്ഞുകൊണ്ട് ഉച്ചരിച്ചിട്ട് ക്രിയത ചെയ്യപ്പെടുന്നു. അവരെന്താണ്? ഫലകാംക്ഷയൊന്നും ആഗ്രഹിക്കാതെ തന്നെയാണ് അത് ചെയ്യുന്നത്. തുടർന്ന് പറയാം. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സശബ്ദ പാർത്ഥയുജ്യതേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ അടുത്ത 2 ശ്ലോകങ്ങളെ കൊണ്ട് ഈ അധ്യായം ഉപസംഹരിക്കുകയാണ്. ഇതിൻ്റെ ഉപസംഹാരമാണ്. നോക്കാം നമുക്ക്. ഹേ പാർത്ഥ, സദ്ഭാവേ, സദ്ഭാവത്തിൽ എന്താണ് സത്? കാലത്രയേപി യത് തിഷ്ഠതി തത് സത്. 3 കാലത്തും നിലനിൽക്കുന്നത് ഏതോ അതിനെയാണ് സത് എന്ന് പറയാം. ആ സദ്ഭാവത്തിലും അതുപോലെ തന്നെ സാധുഭാവേ, നല്ലത്, ആ സാധുഭാവത്തിലും സത് ഇതി ഏതത്, സത് എന്നുള്ളത് പ്രയോഗിക്കുന്നു. അപ്പം ഓം എന്ന് മാത്രം പ്രയോഗിക്കുന്നവരുണ്ട്, തത് മാത്രം പ്രയോഗിക്കുന്നു, സത് മാത്രം പ്രയോഗിക്കുന്നു. 3 എന്തിനെ സംബന്ധിക്കുന്നതാണ്? ബ്രഹ്മത്തെ സംബന്ധിക്കുന്നതാണ്. ഇത് ഏതത് പ്രയുജ്യതേ, ഇപ്രകാരം പ്രയോഗിക്കപ്പെടുന്നു, ഉപയോഗിക്കുന്നു. തഥാ പ്രശസ്തേ കർമ്മണി, അപ്രകാരം പ്രശസ്തമായ കർമ്മത്തിലും സത് ശബ്ദ യുജ്യതേ, സത് എന്നുള്ള ശബ്ദം ചേർക്കുന്നു, ഉപയോഗിക്കുന്നു എന്ന് പറയാം. ഇതെല്ലാം എന്താണ്? ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ. യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സത് ഇതി ച ഉച്യത്തെ. യജ്ഞേ ച തപസി ദാനേ ച സ്ഥിതി സത് ഇതി ഉച്യത്തെ. എന്താണ്? യജ്ഞേ, യജ്ഞത്തിലും, തപസി, തപസ്സിലും, ദാനേ, ദാനത്തിലും, സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിഷ്ഠ, അത് സത് ഇതി, സത് എന്ന് പറയപ്പെടും. തദർത്ഥീയം, അതിനെ സംബന്ധിച്ച കർമ്മച, കർമ്മവും സത് ഇതി ഏവ അഭിധീയത്തെ, സത് എന്ന് പറയപ്പെടും. ഇപ്പം ഇത് നേരത്തെയും പറയപ്പെട്ടുവല്ലോ. തത്വമസി മഹാവാക്യത്തിൻ്റെ ഒരു വിശാലാർത്ഥത്തിലുള്ളതാണ് ഈ 18 അധ്യായങ്ങളെന്ന്. ഓരോരോ 6 അധ്യായങ്ങളായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ, അപ്പം ഇതിങ്ങനെ ഇതിൻ്റെ പല, ഇത് നമ്മുടെ ധർമ്മശാസ്ത്രത്തിൻ്റെ ഒരു രീതിയാണ്. നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ഭൂർഭുവ സ്വഹ തത് സവിതുർവരേണ്യം. തത്, അവിടെയും തത്പദമുണ്ട്. തത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഗായത്രി അക്ഷരങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 24. ആ 24 അക്ഷരങ്ങളുടെ വിസ്താരമാണ്. 24നെ 1000 കൊണ്ട് ഗുണിച്ചാൽ 24,000. അപ്പം ഗായത്രിയുടെ മഹാവിസ്താരമാണ് രാമായണം. ഇന്നലെ പറഞ്ഞുവല്ലോ. അങ്ങനെ രാമായണത്തിനുള്ള പേരാണ് ചതുർവിംശതി സാഹസ്രി എന്നത്. അപ്പോൾ ആ ചതുർവിംശതി സാഹസ്രിയെ സംഗ്രഹിച്ചതാണ്, അതിൻ്റെ സംഗ്രഹമാണ് ഗായത്രി. അപ്പോൾ ഇത് 18 അധ്യായങ്ങൾ, 18 ഗീതയിലെ 18 ശ്ലോകം, ക്ഷമിക്കണം, ഈശാവാസ്യത്തിലെ 18 മന്ത്രങ്ങളെ കൊണ്ട് സംഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ധർമ്മശാസ്ത്രത്തിൻ്റെ ഒരു രീതിയാണ്. ഒന്നിലേക്ക്
സന്നിവേശിപ്പിച്ച് അതിനെ സംക്ഷിപ്തമാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നിനെ വിപുലീകരിക്കുക. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് വ്യാസർ എന്തു പറഞ്ഞുകൊണ്ടാണ്? ബ്രഹ്മസൂത്രത്തിലെ 4ാമത്തെ സൂത്രം പറഞ്ഞിട്ടാണ്. ജന്മാദ്യസ്യ അപ്പം അത് വലിയ ബൃഹത്തായിട്ടുള്ളത് ഒരു ശ്ലോകത്തിൻ്റെ ഒരു ചെറിയൊരു കാൽപാദം പോലും ഇല്ലാതെയാണ് അതിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ വിസ്തരിക്കാനുണ്ട്. അപ്പോൾ എന്തിനാണ് വ്യാസർ അത് വെച്ച് തുടങ്ങിയത് എന്നാണെങ്കിൽ വിഷയം ഇതാണ്. അപ്പം അതൊക്കെ അതിൻ്റെ സൂചകങ്ങളാണ്, ബ്രഹ്മസൂചകങ്ങളാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് പേരുകൾ നൽകുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള സൂചകങ്ങളാണ്. നമ്മുടെ വീടിൻ്റെ പേര്, നമ്മൾ പല പേരുകൾ അന്തവും കുന്തവും ഇല്ലാത്ത പേരൊക്കെ നമ്മൾ ഇടാറുണ്ട്. പക്ഷേ ഇത് സ്മൃതിപദത്തിൽ കേൾക്കുന്ന ഒരാൾക്ക്, വിളിക്കുന്ന ഒരാൾക്ക്, ആ വിളി കേൾക്കുന്ന മറ്റൊരാൾക്ക് ഒക്കെ ഈ സ്മൃതി ഉണരാൻ സഹായിക്കട്ടെ എന്നുള്ള സങ്കല്പത്തിലാണ് അതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ യജ്ഞേ തപസി ദാനേച്ച സ്ഥിതി സത് ഇതി ഉച്യതേ. അപ്പോൾ യജ്ഞത്തിലും തപസ്സിലും ദാനത്തിലുമൊക്കെ അതിൻ്റെ നിഷ്ഠ എന്ന് പറയുന്നത് സത് എന്നതാണ്. കർമ്മത്തെ തന്നെ, അത്തരത്തിലുള്ള കർമ്മത്തെ സത്. ഇപ്പോൾ മുമ്പ് സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്, വലിയ യാഗങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഋത്വിക്കുകൾ, അത് ചെയ്യുന്ന ആൾക്കാർ, ഹോതാക്കൾ, ഇങ്ങനെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർ ഓരോന്നിനും അനുമതി നൽകുക എന്ന് പറയും. അടുത്തത് ആരംഭിക്കട്ടെ, അത് ചെയ്യട്ടെ, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അത് എന്നാൽ തുടങ്ങുകയല്ലേ, നിർത്തുകയല്ലേ, അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും പറയില്ല. ഓമേ പറയുള്ളൂ. അവരൊരു കാര്യം ആവശ്യപ്പെടുന്നത് ഓം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ഈ തിയേറ്ററിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ കൈ നീട്ടുന്നത് പോലെ, ഡോക്ടർ എന്തിനാണോ കൈ നീട്ടുന്നതെന്നുള്ളത് അവർക്കറിയാം. സർജറി വിഭാഗത്തിലുള്ള അദ്ദേഹത്തിനെ സഹായിക്കുന്നവർക്കറിയാം. അവർ അപ്പോൾ കൃത്യമായ ഉപകരണങ്ങൾ എടുത്തു കൊടുക്കും. അദ്ദേഹം ചോദിക്കുന്നില്ല, ഇന്നത് കത്രിക എടുക്കും, സ്ക്രൂ ഡ്രൈവർ എടുക്കുമെന്നും ചോദിക്കില്ല. അപ്പോൾ അതുപോലെ ഈ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ സ്രുവം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓം എന്നാ പറയാം. ഓം തത്സദിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അടുത്തത്. അപ്പോൾ എല്ലാം ഈ ശബ്ദം കൊണ്ടാണ്, മറ്റു ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരേ ശബ്ദത്തെ നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് ഹരിയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ തന്നെ ഹരിയോം, നമസ്കാരം എന്ന് പറയുന്നതിന് ഉള്ളതാണ് ഹരിയോം. പിരിയുന്ന സമയത്തും ഹരിയോം, 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 അയ്യോ വേണ്ട ഒക്കെ ഈ ഹരിയോം നമ്മൾ ചിന്മയാമിഷനിലുള്ളപ്പോൾ ഈ ഹരിയോം എല്ലായിടത്തും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും. അയ്യോ മേലിൽ വേണ്ട, നമസ്കാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിയാനും ഒക്കെ നമുക്ക് ആ സന്ദർഭം, ആ ശൈലിയിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. പക്ഷേ ഹരിയോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തുടർന്ന് ഭഗവാൻ പറയും, അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർത്ഥ നച തത് പ്രേത്യനോ ഇഹ. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഈ അധ്യായം ഉപസംഹരിക്കുന്നു. അവസാനമായിട്ട് ആസുരികമായ, താമസികമായ ഒരു ഭാവത്തെ പറഞ്ഞ് അത്തരത്തിലാവരുത് നമ്മുടെ കർമ്മങ്ങളെന്ന് പറയുകയാണ്. ഇതാണ് അശ്രദ്ധയാ ഹുതം ദത്തം. അശ്രദ്ധയാ, ശ്രദ്ധയെ ഇല്ലാതെ, അല്പം പോലും ശ്രദ്ധയില്ലാതെ, ഹുതം ഹോമിക്കപ്പെടുന്ന, എല്ലാം ഹോമിക്കലേ. ഈ ഹോമിക്കലിൻ്റെ 4-ാം അധ്യായം യജ്ഞപ്രകരണം എടുത്ത് ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് നമ്മൾ കാണുന്ന ഒരു കാഴ്ച പോലും ആ നമ്മുടെ നേത്രമാകുന്ന അഗ്നികുണ്ഡത്തിൽ നമ്മൾ വിഷയങ്ങളെ ഹോമിക്കലാണ്. ഓരോന്നും ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും എല്ലാം ഹോമിക്കലാണ്.
കേവലം അഗ്നികുണ്ഡത്തിൽ ഇത് ഇടുന്നത് മാത്രമല്ല, ഇതെല്ലാം അഗ്നിയാണ്. അപ്പം അശ്രദ്ധയാഹുതം, ശ്രദ്ധയോടുകൂടിയല്ലാതെ ഹോമിക്കപ്പെട്ടതായിട്ടുള്ളത്, അശ്രദ്ധയാ ദത്തം, ദാനം ചെയ്യപ്പെടുന്നത്, തപഹ, തപസ്, യത് കൃതം, യാതൊന്ന് ചെയ്യുന്നുണ്ടോ, തത് അസത്, അതെല്ലാം തന്നെ സതല്ല, മറിച്ച് അസതാണ്, സത്തല്ലാത്തതാണ്. അസത് ഇതി ഉച്യതേ, അസത്ത് എന്ന് പറയപ്പെടുന്നു. അവരെ സംബന്ധിച്ച് പ്രേത്യച്ച സുഖായ ന, അവർക്ക് ഇവിടുന്ന് വിട്ടിട്ടോ ഇവിടെ ഇരിക്കുമ്പോഴോ ഒരു സുഖം എന്നുള്ള ഇഹ ച നോ, ഇവിടെയും അവർക്കത് ലഭിക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ 17-ാമത്തെ അധ്യായം ഇന്നിവിടെ സമാപിക്കുന്നു. ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ശ്രദ്ധാത്രയവിഭാഗയോഗോ നാമ 17-ാധ്യായഃ. ഓരോ അധ്യായവും നമ്മൾ അവസാനിക്കുമ്പോൾ ഓം തത്സത് ഇതി. അപ്പോൾ എല്ലാറ്റിനും, നിങ്ങളുടെ കർമ്മങ്ങളിലെല്ലാം, പാചകം തുടങ്ങുമ്പം ഓം തത്സത് എന്നും പറഞ്ഞ് വെള്ളം വെച്ചോളൂ സ്റ്റൗവിൽ. ചായ ആയി കഴിഞ്ഞിട്ട് ഓം പഞ്ചസാര ഇടുമ്പം, പാലൊഴിക്കുമ്പം, ചായപ്പൊടി ഇടുമ്പം, അതിനെ അരിച്ച് ഗ്ലാസ്സിലാക്കുമ്പം, കൊണ്ട് കൊടുക്കുമ്പം ഓം തത്സത് ഇതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തോളൂ. കുടിക്ക് കാലമാട, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്നിങ്ങനെ പേപ്പറും വായിച്ചിരിക്കും. അപ്പോൾ ഈ ഓം തത്സത് ഇതി പറഞ്ഞ് അങ്ങോട്ട് പറയുമ്പോൾ ഈ ബാക്കിയെല്ലാം ശുദ്ധീകരിക്കപ്പെടും എന്ന് പറയാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.